നമസ്കാരം. നമ്മുടെ ഈ ലോകത്ത് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ? ഉറപ്പായും സാധിക്കും. പക്ഷേ ആ മാറ്റം തുടങ്ങേണ്ടതെവിടെയാണെന്നറിയോ? അത് പുറത്തുള്ള ഒന്നിലുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്, നമ്മുടെ ചിന്തകളിലാണ്. അതെ, ആ ഒരു ശക്തമായ ആശയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈയൊരു യാത്രയെ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് നോക്കാം. ചിന്തയുടെ ശക്തിയിൽ നിന്ന് തുടങ്ങി ഒരു പുതിയ യുഗം തന്നെ നമുക്കെങ്ങനെ രൂപപ്പെടുത്താമെന്ന് പടിപടിയായി മനസ്സിലാക്കാം. എല്ലാ മാറ്റങ്ങളുടെയും തുടക്കം ശരിക്കും എവിടെയാണ്? അത് മറ്റെവിടെയുമല്ല, നമ്മുടെ ചിന്തകളിലാണ്. ഒരു യുഗത്തെ മാറ്റണമെങ്കിൽ ആദ്യം മാറേണ്ടത് നമ്മുടെ ചിന്തകളാണ്. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ സത്യം. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന്റെ രൂപം മാറണമെന്നില്ല, പക്ഷെ അവന്റെ ചിന്തകളൊന്ന് മാറിയാൽ മതി. ഒരു അസുരന് ദേവനാകാൻ കഴിയും, തിരിച്ച് ഒരു ദേവന് അസുരനാകാനും കഴിയും. അത്രയ്ക്ക് ശക്തമാണ് അല്ലേ ഈ ചിന്തയുടെ പരിവർത്തനമെന്ന് പറയുന്നത്? ഇത് വെറുമൊരു തിയറിയൊന്നുമല്ല, ചരിത്രം തന്നെ ഇതിന് തെളിവാണ്. ഒന്നോർത്തു നോക്കൂ, കൊള്ളക്കാരനായിരുന്ന വാൽമീകി മഹർഷിയായി മാറിയതും, ഒരു കൊലപാതകിയായിരുന്ന അങ്കുലിമാലൻ വലിയൊരു സന്യാസിയായതും, സാധാരണക്കാരായിരുന്ന കബീറും അമ്രപാലിയും വിശുദ്ധരായതും, ഇതെല്ലാം ചിന്തയിലെ ആ ഒരു മാറ്റം കൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. നമ്മുടെ സാഹചര്യങ്ങളുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്തകളുടെ അടിമകൾ മാത്രമാണ്. നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ നല്ലതാണെങ്കിൽ നല്ല സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇനി അത് മോശമാണെങ്കിലോ, മോശം സാഹചര്യങ്ങളും. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ അകത്തെ ലോകമാണ് പുറത്തുള്ള ലോകത്തെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈയൊരു തത്വം നമ്മളെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ഇന്ന് മനുഷ്യരാശി ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? നമ്മുടെ മുന്നിൽ സത്യത്തിൽ 2 വഴികളുണ്ട്. ഒന്ന് ഭൗതികവാദത്തിന്റെയും മറ്റൊന്ന് ആത്മീയതയുടെയും. ഇവ രണ്ടും നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. ഒരു വശത്ത് ഭൗതികവാദം, എന്ത് വില കൊടുത്തും സമ്പത്തും അധികാരവും നേടാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇതിന്റെ ഫലമോ സംഘർഷവും സമാധാനമില്ലായ്മയും. എന്നാൽ മറുവശത്ത് ആത്മീയതയുണ്ട്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുത്താനും ഉള്ളിൽ സമാധാനം കണ്ടെത്താനുമാണ്. പക്ഷെ ഇന്ന് കൂടുതൽ പേരും തെരഞ്ഞെടുത്തിരിക്കുന്നത് ആദ്യത്തെ വഴിയാണ്. മരുഭൂമിയിൽ വെള്ളം തേടി മരീചികയുടെ പിന്നാലെ ഓടുന്ന ഒരു മാനിനെപ്പോലെ. അത് നമ്മളെ വലിയ ദുരിതത്തിലേക്കും നിരാശയിലേക്കുമാണ് നയിക്കുന്നത്. ഈ അസൂയയും അത്യാഗ്രഹവും ഒക്കെ നിറഞ്ഞ ഭൗതികവാദത്തിന്റെ വഴിയിലൂടെ ഇങ്ങനെ മുന്നോട്ടു പോകുമ്പോൾ മനുഷ്യരാശി ശരിക്കും എത്തി നിൽക്കുന്നത് വളരെ അപകടകരമായ ഒരിടത്താണ്. വരാനിരിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒരിക്കലൊരാൾ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം നമ്മളെല്ലാവരെയും ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ മറുപടി ശരിക്കും ഞെട്ടിക്കുന്നൊരു പ്രവചനമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, 3ാം ലോകമഹായുദ്ധം നടക്കുകയാണെങ്കിൽ അത് അണുവായുധങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷേ അതിലുണ്ടാകുന്ന ആ സമ്പൂർണ്ണ നാശത്തിനു ശേഷം ഒരു 4ാം ലോകമഹായുദ്ധമുണ്ടായാൽ അത് കല്ലുകൾ കൊണ്ടായിരിക്കും നമ്മൾ പോരാടുക. അതായത് മനുഷ്യൻ വീണ്ടും ആദിമ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് ഓർത്തുനോക്കൂ. ഇങ്ങനെ സ്വയം നശിക്കുന്നതിന്റെ വക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് മുന്നോട്ടു പോകാൻ വേറെ വഴികളൊന്നുമില്ല. അതിജീവിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ: തിരിഞ്ഞു നടക്കുക. പക്ഷേ എന്താണ് ഈ തിരിഞ്ഞു നടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് പിന്നോട്ടു പോകുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് വളരെ ബോധപൂർവം വിവേകത്തിലേക്ക് തിരികെ വരുന്നതിനെക്കുറിച്ചാണ്. ഇതിനർത്ഥം നമ്മുടെ തെറ്റുകൾ നമ്മൾ തിരിച്ചറിയുക, ഈ ഭൗതികവാദത്തിന്റെ വിനാശകരമായ ഫലങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക, എന്നിട്ട് നമുക്കും ജീവിക്കാൻ കഴിയുന്ന, മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു പുതിയ വഴി തെരഞ്ഞെടുക്കുക എന്നതാണ്. ഇത് ഒരു ശുഭപ്രതീക്ഷയുടെ കാഴ്ചപ്പാടാണ്. മനുഷ്യൻ വിഡ്ഢിത്തത്തിന്റെ ഈ അധ്യായം അവസാനിപ്പിക്കും. അവൻ സ്വയം നശിക്കാൻ തിരഞ്ഞെടുക്കില്ല. പകരം വിവേകത്തിന്റെ ഒരു പുതിയ അധ്യായം അവൻ തീർച്ചയായും ആരംഭിക്കും. ശരി, അപ്പോ ഈ മാറ്റത്തിൽ നമുക്കെങ്ങനെ പങ്കാളികളാകാം? യുഗനിർമ്മാണം എന്ന് പറയുന്ന ഈ പുതിയ കാലഘട്ടം പടുത്തുയർത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ വലിയ മാറ്റം തുടങ്ങേണ്ടത് മറ്റാരിൽ നിന്നുമല്ല, നമ്മൾ ഓരോരുത്തരിൽ നിന്നുമാണ്. ആദ്യം സ്വയം നന്നാകുക. അത് സ്വാഭാവികമായും നമ്മുടെ കുടുംബത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. നല്ല കുടുംബങ്ങൾ ചേരുമ്പോഴോ ഒരു നല്ല സമൂഹവും താനേ രൂപപ്പെടും. ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം 3 കാര്യങ്ങളാണ്. 1, ആരോഗ്യമുള്ള ഒരു ശരീരം. 2, ശുദ്ധമായ ഒരു മനസ്സ്. 3, സംസ്കാരമുള്ള ഒരു സമൂഹം. ഈ 3ഉം ഒത്തുചേരുമ്പോഴാണ് മനുഷ്യരാശിക്ക് ശരിക്കും അഭിവൃദ്ധിപ്പെടാൻ സാധിക്കുന്നത്. ഒരു ചെറിയ വിത്തായി തുടങ്ങിയ ഈ ആശയം ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സമാധാനത്തിന്റെ തണലേകുന്ന ഒരു വലിയ ആൽമരം പോലെ വളർന്നു പന്തലിച്ചിരിക്കുന്നു. ഇവിടെ ഭഗീരഥൻ എന്ന വാക്കുപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കഠിനമായി പ്രയത്നിച്ച് ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന രാജാവാണ് അദ്ദേഹം. അതുപോലെ മനുഷ്യരാശിയെ ശോഭനമായൊരു ഭാവി കാത്തിരിക്കുന്നുണ്ട്. ഒരു പുതിയ ആത്മീയ ഗംഗ ഒഴുകിവരാൻ തയ്യാറായി നിൽക്കുകയാണ്.
നമ്മൾ ഭഗീരഥന്മാരായി നിന്ന് അതിനൊരു വഴിയൊരുക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ പുതിയ യുഗത്തിന് വഴിയൊരുക്കുന്ന ഒരു ഭഗീരഥനാകാൻ നിങ്ങൾ തയ്യാറാണോ? ഈ വലിയ മാറ്റത്തിൽ നിങ്ങളുടെ പങ്ക് എന്തായിരിക്കും? അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച ഈ ഗഹനമായ ആശയങ്ങളുണ്ടല്ലോ, ഇതെല്ലാം യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ പീച്ചെ ലൗട്ട്നെ മേ ഹി ഭലായി ഹെ എന്ന ഹിന്ദി പുസ്തകത്തെ ആധാരമാക്കിയുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായും സാമൂഹികമായും ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച വഴികാട്ടി തന്നെയാണ്.